എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ തുറന്നതുപോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ആരുമില്ലാതേകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ പൂർണ്ണനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശുദ്ധ വേദഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകൻ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകാത്തതാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർ തെറ്റുകൾ ചെയ്യുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിന് ചെറിയ ചെറിയ ശിക്ഷകൾ നൽകുകയും ചെറിയ പരീക്ഷകളിലൂടെ കടത്തിവിടുകയും ആ പൊന്നുപോലെ പുറത്തു വരുവാൻ ഇടയായി തീരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പരീക്ഷകൾ, ഹല്ലേലൂയ, അവരവർക്ക് സഹിക്കുവാൻ കഴിയുന്നത് മാത്രമാണ് ദൈവം നൽകുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ ജീവകിരീടം പ്രാപിക്കുവാനായി കഴിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ദൈവം മനുഷ്യർക്ക് വച്ചിട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാകുന്നു. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ ദൈവം പോക്കുവഴിയും ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വരുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നവരായി പിറുപിറുക്കുന്നവരായി മറക്കുന്നവരായി തീരാതെ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ, അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ നാം പഠിക്കുന്ന, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് ദൈവം നമ്മോട് അറിയിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രയാസങ്ങളോ കഷ്ടങ്ങളോ രോഗങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് പറ്റിച്ചേർന്നായിരിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ ആ പരീക്ഷകളിൽ നിന്നെല്ലാം പോക്കുവഴിയും തന്ന് നമ്മെ രക്ഷിക്കുവാനും വിടുവിക്കുവാനുമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ മറ്റൊരു ഭാഗം നാം പഠിക്കുമ്പോൾ നാം ജയാളിയായി തീരണം എങ്കിൽ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ വചനം പ്രതികാരം ചെയ്യുന്നവരും ഞെരുക്കുന്നവരും ഉപദ്രവിക്കുന്നവരുമായവരുടെ ഹൃദയദൃഷ്ടികൾ തുറക്കുന്നതിന് ഇടയായി തീരട്ടെ. മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആന്തരിക മനുഷ്യനിൽ വേദന അനുഭവിക്കപ്പെടും. തേനീച്ച, ഹല്ലേലൂയ, നിങ്ങളെ കുത്തുമ്പോൾ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നു. എന്നാൽ ഈ ഈച്ചയ്ക്കുണ്ടാകുന്ന അനുഭവം നോക്കുക. കുത്തിയ ശേഷം ഉടൻ തന്നെ അത് നിലത്ത് വീണ് ചാകുന്നു. അതിൻ്റെ ഇരയേക്കാൾ അധികം വേദന അതിന് ഉണ്ടാകുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ തങ്ങൾക്ക് തന്നെ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് നാം ചിലപ്പോൾ പറയുന്നു. എന്നാൽ
ഇത്ര വലിയ വിഡ്ഢിത്തത്തിന് നാം കൊടുക്കേണ്ട വിലയെക്കുറിച്ച് ബോധവാന്മാരാണോ? നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ പിരിമുറുക്കം ഉള്ളവരായി നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഒന്നിലും ശ്രദ്ധിക്കുവാൻ കഴിയാതെ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയിലായി തീരുകയും ചെയ്തേക്കാം. ഏത് വ്യക്തി നിന്നെ മുറിപ്പെടുത്തിയോ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും നിങ്ങളുടെ സംഭാഷണം. അവസാനം സാഹചര്യങ്ങളെ ജയിക്കുന്നതിന് പകരം നിങ്ങൾ സാഹചര്യങ്ങൾക്ക് ഇരയായി തീരുന്നു. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ആശ്വാസം ലഭിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിന്നെയും മറ്റുള്ളവർ സ്നേഹിക്കും. മറ്റുള്ളവരെ നിങ്ങൾ കരുതുമ്പോൾ നിങ്ങളും കരുതപ്പെടും. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നിങ്ങൾക്കും കരുണ ലഭിക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. നിന്റെ ജീവിതത്തെ ജയവും സന്തോഷവുമാക്കി തീർക്കുവാനുള്ള ജീവിതത്തിന്റെ പൊതു തത്വമാണ് ഇത്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 7:22 ലൂക്കോസ് 6:31 കാണുന്നത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്നുള്ള വചനം പോലെ നാം നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി തീർന്നാൽ നമുക്കും നല്ലത് മാത്രമേ തിരിച്ചു കിട്ടൂ. ഇതിനായി നന്മ പ്രവർത്തിക്കുന്നവരായി നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായി തീരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഇന്നയോളം അടിയങ്ങൾക്ക് അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവേ. ഒരു ദിനം കൂടി ആയുസ് നീട്ടി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങളെ പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച എത്രയോ പേർ കഴിഞ്ഞ രാത്രികാല ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവരെക്കാൾ ഒട്ടും നല്ലവരല്ലായെങ്കിലും സ്വർഗത്തിലെ അടിയങ്ങളെല്ലാം കാത്തു പരിപാലിച്ച യേശുവിന്റെ മകൻ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നല്ല ചെയ്ത കർത്താവേ, ജീവിതത്തിൽ ഹല്ലേലൂയ അമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരുവാൻ എല്ലാ മനുഷ്യരെയും സഹായിക്കണം. കർത്താവേ, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടുമെന്നുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പോലെ ക്ഷമിക്കുവാൻ കഴിയാത്തതായി ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ വെറുപ്പുകളോ വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ ഉണ്ട് എങ്കിൽ അതെല്ലാം മാറ്റി യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ പിശാചിനിടം കൊടുക്കാതെ വണ്ണം കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിരന്നുകൊള്ളണം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ഞങ്ങൾക്ക് വെച്ചിട്ടില്ല. ദൈവം വിശ്വസ്തനായിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ നീക്കുപോക്കും ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ തരത്തിലുള്ള രോഗങ്ങളാല്, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയില്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഞെരുക്കങ്ങളാല് വിവിധമായ പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഇതൊക്കെയും തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പകരണമേ. യേശുവിനോട് പറ്റിച്ചേർന്നായിരിക്കാൻ കൊണ്ട് എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം. കർത്താവേ, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ അനുഗ്രഹത്താലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. സകല ജനത്തെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനുള്ള നല്ല മനസ്സൊരുക്ക് ഓരോ വ്യക്തികൾക്ക് നൽകണം. അനുഗ്രഹിക്കണം, മാനിക്കണം, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. God bless you all. ഹല്ലേലൂയ. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. God bless you all. ഹല്ലേലൂയ. നന്ദി യേശുവേ, സ്തോത്രം.